സംഘടനാ തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനുള്ള നേതൃയോഗം നടക്കുമ്പോൾ നിലവിലെ നേതൃത്വത്തിനെതിരെ എന്തൊക്കെ വിമർശനങ്ങൾ ഉയർന്നേക്കാം? ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുമ്പോൾ അത് നേതൃത്വം കുറുവ സംഘമായിരിക്കുന്നു എന്ന പോസ്റ്ററുകൾ കോഴിക്കോട് പതിക്കപ്പെട്ടിരിക്കുകയാണ്. കുറുവ സംഘം എന്ന കൊള്ള സംഘം, കള്ളന്മാരുടെ സംഘം എന്ന രൂപത്തിലുള്ള പോസ്റ്ററുകൾ. സിനോജിന്റെ വിവരങ്ങളുമായി സിനോജ്, എവിടെയൊക്കെയാണ് ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്? എഴുതി തയ്യാറാക്കിയ പോസ്റ്ററുകളാണല്ലേ? സ്മൃതി, അതെ, എഴുതി തയ്യാറാക്കിയ പോസ്റ്ററാണ്. സാധാരണ ഇത്തരത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതൊക്കെ തന്നെ പ്രിന്റ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് കാണാറുള്ളത്. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ട് സ്കെച്ച് പെൻസിലൊക്കെ തന്നെ ഉപയോഗിച്ച് കറുപ്പും ചുവപ്പും അക്ഷരങ്ങളിൽ എഴുതി തയ്യാറാക്കി ഒട്ടിച്ച പോസ്റ്ററുകളാണ്. കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് ഈ പോസ്റ്ററുകൾ രാവിലെ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ബോർഡിന് മുകളിൽ വരെ ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥ് എന്നിവർ കുറുവ സംഘമാണ്. ഇവരെ BJPയിൽ നിന്ന് പുറത്താക്കണം, BJP രക്ഷിക്കണം, സേവ് BJP എന്ന പേരിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. അതായത് കുറുവ സംഘം എന്ന് പറയുന്നത് നമുക്കറിയാം, അടുത്തിടെ ദിവസങ്ങളിലാണ് ആലപ്പുഴയിൽ ഈ കുറുവ സംഘം രാത്രി ഇറങ്ങി ഭീകരമായ രീതിയിൽ കവർച്ച നടത്തുന്ന അവസ്ഥയുണ്ടായും പോലീസ് ആ സംഘത്തെ പിടികൂടുകയും ആളുകൾ ഉറക്കമില്ലാതെ കഴിഞ്ഞ രാത്രികളായിരുന്നു ആലപ്പുഴയിൽ. ആ തിരുട്ട് സംഘവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ BJPയുടെ മുതിർന്ന നേതാക്കളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെയാണ് കെ സുരേന്ദ്രൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിനുശേഷം ഒരു പരസ്യ പ്രതികരണത്തിന് നേതാക്കൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു നേതാക്കളും പ്രതികരിക്കാൻ തയ്യാറല്ല. പി രഘുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരും തന്നെ പിന്നീട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടില്ല. അങ്ങനെ പരസ്യ വിലക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എഴുത്തിലൂടെ, പോസ്റ്ററിലൂടെ പ്രതിഷേധം BJPയുടെ പ്രവർത്തകർ തന്നെ കാണിച്ചിരിക്കുന്നത്. ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രാത്രിയുടെ മറവിലാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ പ്രസ് ക്ലബിന് മുൻപിലൊക്കെ തന്നെ ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നു. അതായത് കൃത്യമായി ഇത് വാർത്ത പുറത്തേക്ക് വരണമെന്ന് കരുതി തന്നെ ചെയ്ത പോസ്റ്ററുകളാണ്. സേവ് BJP എന്ന പേരിൽ BJP പ്രവർത്തകർ തന്നെ ചെയ്ത പോസ്റ്ററുകളാണ്. അതായത് ജില്ലാ നേതൃത്വം പ്രതികരിച്ചോ സിനോജ്? ഇപ്പോൾ അതിലെ പേരുകൾ പ്രധാനമാണല്ലോ. ഒരു ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥിനെതിരെ ഇന്നലെ പാലക്കാട് വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. AC റൂമിലിരുന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിയന്ത്രിക്കുകയായിരുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളാണല്ലോ ഇന്നലെ ഉയർന്നിരുന്നത്. ഇപ്പോൾ ഈ 3 പേരുകളാണ് ഈ പോസ്റ്ററുകളിലുള്ളത്. എന്താണ് ജില്ലാ നേതൃത്വം പ്രതികരിക്കുന്നത്? നിലവിൽ അങ്ങനൊരു ഒഫീഷ്യൽ പ്രതികരണം ജില്ലാ നേതൃത്വം നൽകിയിട്ടില്ല. പക്ഷേ ഈ പോസ്റ്റർ അവിടെ നിന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെ സ്ഥലത്ത് നിന്ന് രാവിലെ വാർത്ത ചെയ്തതോടുകൂടി BJPയുടെ പ്രവർത്തകരെത്തി അവിടെ നിന്ന് ആ പോസ്റ്റർ, പ്രത്യേകിച്ച് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ബോർഡിന് മുകളിൽ ഒട്ടിച്ച പോസ്റ്ററൊക്കെ തന്നെ പറിച്ച് നീക്കിയിട്ടുണ്ട്. ആരാണ് ഒട്ടിച്ചതെന്ന് വ്യക്തമല്ല. ആ ഭാഗത്ത് അവിടെ CCTV ഇല്ല. രാത്രിയുടെ മറവിലാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. ഈ പോസ്റ്ററിൽ കാണുന്ന 3 പേരുകളും ഇന്നലെ സജീവമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വി മുരളീധരന്റെ പ്രതികരണവും കെ സുരേന്ദ്രന്റെ പ്രതികരണവും ചർച്ചയായതാണ്. രണ്ടുപേരും ഒളിയമ്പ് വെച്ചുകൊണ്ടാണ് ഇന്നലെ സംസാരിച്ചത്. അതായത് കെ സുരേന്ദ്രൻ പറയുന്നത് തന്റെ കാലത്ത് മാത്രമല്ല, വി മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അന്ന് 2000 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ, അന്ന് അധ്യക്ഷൻ ഒഴിയണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. വി മുരളീധരൻ പറയുന്നു താൻ ഇനി പ്രസിഡന്റ് പദവിയിലേക്കില്ല, തനിക്ക് പാർട്ടി വേറെ പദവികളും ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്, അതുകൊണ്ട് അധ്യക്ഷ പദവിയിലേക്ക് താൻ ഇല്ലെന്ന് വി മുരളീധരൻ പറയുന്നു. ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പി രഘുനാഥിനെതിരെയും ആരോപണം, പ്രത്യേകിച്ച് പാലക്കാട്ടെ BJP നേതൃത്വം ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആരോപണ സ്ഥാനത്തുള്ള, മുതിർന്ന സ്ഥാനത്തുള്ള നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ പോസ്റ്റർ വന്നിരിക്കുന്നത്. അവർ കുറുവ സംഘമാണ്, അവരെ മാറ്റി നിർത്തി BJP രക്ഷിക്കണമെന്നാണ് ആവശ്യം. അതായത് ആ ഗ്രൂപ്പിൽപ്പെടാത്ത മറ്റേതോ BJP ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ ആരാണെന്ന രീതിയിൽ പുറത്തേക്ക് വന്നിട്ടില്ല. അതിനെതിരെ BJPയുടെ നേതാക്കൾ ആരും തന്നെ പ്രതികരിച്ചിട്ടുമില്ല. കാരണം പരസ്യ പ്രതികരണം വേണ്ട എന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നിർദ്ദേശം നൽകിയതായിട്ടാണ് വിവരം. അതുകൊണ്ട് പരസ്യ പ്രതികരണത്തിലേക്ക് ആരും പോയിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് നേതൃയോഗത്തിന് വേണ്ടി കൊച്ചിയിലെത്തുന്ന സമയത്ത് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്ന് നമുക്ക് പ്രതികരണം തീർച്ചയായും ആ പ്രതികരണം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്.